ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു ലൈൻ ഉപയോഗിച്ച് ഓട്ടോക്യാഡിൽ എങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു ഫിഗർ ഏതാണ്ട് ഇതുപോലത്തെ ഒരു ഫിഗർ ആണെന്ന് വെച്ചു. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ടോട്ടൽ ഹൈറ്റ് 30 ആണ്, രണ്ട് സൈഡിലും 30. പിന്നെ ഇത്രയും പോർഷൻ 10, ഇത് 15, ഇത് 20, 15, ഇത്രയും 10. പിന്നെ ഈ മേളിലോട്ടുള്ള ഹൈറ്റ് 10 ആണ് തന്നേക്കുന്നത്. മേളത്തെ പോർഷൻ വരുമ്പോൾ ഇത് 30, 10, 30. പിന്നെ ഈ താഴോട്ടുള്ളത് 10 ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നേക്കുന്നത് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിതെല്ലാം ലാണ് ഉദ്ദേശിച്ചേക്കുന്നതെങ്കിൽ ആദ്യം UN എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻസേർഷൻ യൂണിറ്റ് എന്നുള്ള മില്ലിമീറ്റർ എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് DS എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് വരിക. ഈ ഓപ്ഷൻസ് ഇവിടെ ഈ കാണിച്ചേക്കുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ ടിക്ക് ഓൺ ആക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് Z ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കെയിൽ ഏകദേശം ഇത് കാണാൻ പറ്റുന്ന രീതിയിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ലൈൻ എന്നുള്ള കമാൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈൻ വേണമെങ്കിൽ L ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. ഇപ്പം എന്താണ്ട് ഈ ഒരു ലൈൻ എല്ലാ ഡയറക്ഷനിലും ഇപ്പോൾ റൊട്ടേറ്റ് ആകുന്നുണ്ട്. നമുക്കിത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ മാത്രമായിട്ട് മതി ഈ ഫിഗറിൽ. അപ്പോൾ ആദ്യം ഇപ്പം ഞാൻ ഈ 30 ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അപ്പോൾ എനിക്ക് നേരെ താഴോട്ടല്ലേ വേണ്ടേ. അപ്പോൾ നമ്മളത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മാത്രമായിട്ട് വരണമെങ്കിൽ ഓർത്തോ മോഡ് ഓൺ ആക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് F8 എന്നുള്ളതാണ്. F8 പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ താഴോട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ട് എനിക്ക് അവിടെ വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഞാൻ 30 എന്ന് ടൈപ്പ് ചെയ്യുക, കീബോർഡിൽ 30 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് താണ്ടി ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് 30 ഡിസ്റ്റൻസ് ഉള്ള ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റിലേക്ക് കാണിച്ചേക്കുന്നത് എത്ര? 10 ആണ്. അപ്പോൾ ഞാൻ റൈറ്റിലേക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് ഡിസ്റ്റൻസ് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, എൻ്റർ അടിച്ചിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ മേളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ 10 എന്ന് കൊടുത്തെന്ന് വെച്ചു. മേളിലേക്ക് ഡയറക്ഷൻ കൊടുത്തു, 10 എന്ന് കൊടുത്തു. ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചരിഞ്ഞ ലൈനാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിളോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്തോ കാര്യങ്ങളോ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഞാനിപ്പോൾ തൽക്കാലം എസ്കേപ്പ് അടിച്ചു, വീണ്ടും ലൈൻ എടുത്തിട്ട് L ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. എന്നിട്ട് ഇതാണ്ട് ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 15 ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് അവിടെ 15 ലെങ്ത് ഉള്ള ലൈൻ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതിനെ തമ്മിൽ എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും F8 ഓഫ് ആക്കുക. അപ്പം നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരെ താണ്ടി ഈ ഒരു എൻഡ് പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് താണ്ടി ഈ ഒരു ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗറിൽ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെ പല മെത്തേഡിൽ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വീണ്ടും ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ F8 ഓൺ ആക്കുക. ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഡിസ്റ്റൻസ് 20 എന്ന് കൊടുത്തു. 20 കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് 20 ഡിസ്റ്റൻസ് ഉള്ള ലൈൻ കിട്ടും. ഓക്കെ, അവിടുന്ന് ഡിസ്റ്റൻസ് നമുക്ക് തന്നേക്കുന്നത് എത്ര? 15 എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ആ ഒരു സെയിം ഡയറക്ഷൻ തന്നെ വെച്ചിട്ട് 15 എന്ന് കൊടുത്തു, എൻ്റർ അടിക്കുക. എന്നിട്ട് അടുത്തത് നേരെ മണ്ടയ്ക്കോട്ട് 10 എന്ന് എടുത്തു, 10 എന്ന് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 15 ലൈൻ്റെ ഒരു എൻഡ് ഉണ്ടായിരുന്നു. ആ എൻഡ് എവിടെയാണെന്ന് നോക്കുക. അതായത് ദാണ്ട് ഈ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ കാണിക്കും. അതാണ് എൻഡ് പോയിന്റ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 15 ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ എൻഡിൽ നിന്ന് 15 വരുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് തൽക്കാലത്തേക്ക് ഞാനിതിപ്പം ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, വീണ്ടും ലൈൻ എടുത്തു. ലൈൻ എടുത്തിട്ട് ഈ എൻഡിൽ ക്ലിക്ക് ചെയ്തു. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് F8 ഓൺ ആക്കുക. F8 ഓൺ ആക്കിയിട്ട് നേരെ മണ്ടയ്ക്കോട്ട് എടുത്തു. അവിടെ ഡിസ്റ്റൻസ് 30, എൻ്റർ അടിച്ചു. പിന്നെ ലെഫ്റ്റിലേക്ക് നമ്മുടെ ഡിസ്റ്റൻസ് 30 ആണ്, എൻ്റർ അടിച്ചു. നേരെ താഴേക്ക് 10, എൻ്റർ അടിച്ചു. ലെഫ്റ്റിലേക്ക് എടുത്തു, അവിടെയും 10 ആണ്, എൻ്റർ കൊടുത്തു. നേരെ മണ്ടയ്ക്കോട്ട് എടുത്തു, 10 കൊടുത്തു. ഇനി ഇവിടേക്ക് നമുക്ക് ഡിസ്റ്റൻസ് 30 ആണ്, 30 കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഇപ്പം നമ്മൾ കാണിച്ച രീതിയിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ.
കൊടുക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ളതൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ലീനിയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. റിബണിൽ ഇവിടെ ലീനിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഏതൊക്കെ പോയിന്റുകൾക്കിടയിലുള്ളതാണോ നമുക്ക് വേണ്ട ആ 2 പോയിന്റുകൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എവിടോട്ടാണോ നമുക്ക് കാണിക്കേണ്ടത് ആ ഡയറക്ഷനിലോട്ടൊന്ന് മൂവ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആ ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ എവിടത്തെയൊക്കെയാണോ വേണ്ടത് അവിടെ എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ആ വേണ്ട 2 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് ഇതുപോലെ നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇപ്പം കുറച്ചുകൂടെ താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് നീക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ഈ 2 പോയിന്റ് കൊടുത്തു, എന്നിട്ട് മൂന്നാമത്തെ പോയിന്റ് എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ പൊസിഷനിലായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ 2 പോയിന്റ് ഇതുപോലെ നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് കറക്റ്റ് ആ ഒരു ലൈൻ്റെ എൻ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ അത് ആ ഒരു ഡയമെൻഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ വരച്ച് പോകാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ഇപ്പം നമുക്ക് ഈ ഒരു ഫിഗറിന്റെ കേസിൽ ഇപ്പം 2 സൈഡിലും ഒരേപോലെ വന്നേക്കുന്നത്. ഇപ്പം നമ്മളൊരു സെന്റർ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പുറവും ഇപ്പുറവും സെയിം രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ വരയ്ക്കണമെങ്കിൽ ഇതുപോലെ ലൈൻ എടുത്ത് ഫുള്ള് വരയ്ക്കണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സെയിം പാർട്ട് തന്നെയല്ലേ അപ്പുറവും ഇപ്പുറവും വന്നേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിന്റെ പകുതി വരയ്ക്കുക. ഇപ്പം നമ്മളിവിടെ ഈ ഒരു 30 വരച്ചു, 10 പിന്നെ ഈ 15 എടുത്ത് കൊടുത്തു, എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് വരച്ചു. എന്നിട്ട് ഈ 20യുടെ പകുതി അതായത് 10 വരച്ചു. ഇതുപോലെ മേളിലും 30, താഴോട്ട് 10. ഈ താഴത്തെ ഡിസ്റ്റൻസ് 10 ആയിരുന്നു, അപ്പോൾ ഇതിന്റെ പകുതി 5 വരച്ചു. ഇത്രയും വരച്ചിട്ട് നമ്മൾ ഇതിനെ ഫുള്ള് സെലക്ട് ചെയ്യുക. അവിടെ ഒരു കമാൻഡ് ഉണ്ട് മിറർ എന്ന് പറഞ്ഞിട്ട്, മിറർ MI എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഇതാണ്ട് നമ്മൾ ഈ ഒരു 2 എൻ പോയിന്റുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഈ സെയിം ഫിഗർ നമുക്ക് കുറച്ചുകൂടി എളുപ്പം വരയ്ക്കാം. അതായത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പകുതി വരച്ചിട്ട് ബാക്കി മിറർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു മിറർ എന്നുള്ള കമാൻഡ് നമുക്ക് അറിയാമെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് പെട്ടെന്ന് ആ ഒരു ഡ്രോയിങ്ങിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ ദെൻ, താങ്ക് യു. ഇപ്പം നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ചോദിച്ചാൽ മതി. താങ്ക് യു.